താത്ത താത്ത ഞാൻ അവിടുന്ന് കള്ളന്മാരെമാരി പതുങ്ങി വന്നിട്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ പാടുണ്ട. ഞാൻ കൊറേ അവിടുന്ന് വിളിച്ചു താത്ത, കുഞ്ഞാപ്പൂരാൻ വിളിച്ചു കൊറേ. ഏണിങ് വല്ലൊക്കെ കേട് നിക്കണ്. അതിനോട് പറയാ, അത് കേടാ നിക്കണല്ലേ. ഞാൻ എല്ലാത്ത പേടിപ്പിക്കലായത്. എന്ത് താത്ത പേടിച്ചേ? കുഞ്ഞാപ്പൂനെ വിളിക്കാൻ ആ ചെക്കനിക്ക് ലോകത്തുള്ള ആൾക്കാരെ പിരാക്കുണ്ട്. ചെക്കനിക്ക് ചെക്കനിക്ക് വയറുവേദന, തലവേദന, ഒന്നില്ലെങ്കിൽ വയറുവേദന ചെക്കനിക്ക്, അല്ലെങ്കിൽ തലവേദന. ചെക്കൻ നേരം ഓർക്കോരോ കണ്ണിന്റെ പോളം അടച്ചിട്ടില്ല. ഞാൻ അടച്ചിട്ടില്ല, ചെക്കൻ കിടന്ന് ചീറിട്ടേ. ഞാൻ അടച്ചിട്ടില്ല, ചെക്കൻ കിടന്ന് ചീറിട്ട് ഈ ചെക്കന്റെ ചീറിട്ട് മനുഷ്യന്മാർക്ക് കണ്ണി ഉറങ്ങാൻ പറ്റുമോ? ചെക്കൻ വജ്ജാ ഇമ്മ വജ്ജാന്ന് പറഞ്ഞിട്ട് അന്നോട് പറയാം. അപ്പൊ തന്നെ മനസ്സിലാക്കണ് ഓനപ്പോ ആര് വിരാഗനാണ്? ഓനെ വിരാഗണ്ടല്ലോ. ഇച്ചിരി നല്ല കാര്യം പറഞ്ഞാലും ചീത്ത കാര്യം പറഞ്ഞാലും വിരാഗ് വിരാഗ് തന്നെയല്ലേ. അന്നെ പറയല്ലേട്ടോ, ഒരു ഉദാഹരണം പറഞ്ഞതാ. ഇന്നെ പറയില്ല മനസ്സിലാക്കണം. അന്ന് ഞാൻ പറയാൻ പാടില്ല, നമ്മളെ മോന്റെ പോലത്തെ ഒരു മോനല്ലേ. എന്നാലും ആൾക്കാർക്ക് കണ്ണിക്കാടിയാണ്. ചെക്കന് ഇമ്മാന്റെ പിന്നാലെ നടക്കല്ലേ. അപ്പൊ ആൾക്കാർക്ക് കണ്ണിക്കാടില്ലായിരിക്കില്ലല്ലോ. കാരണം ഇമ്മാന്ന് അറിഞ്ഞിട്ട് ചെക്കന്മാരാണ് കല്യാണം കഴിക്കും. ചെക്കന്മാര് അതുവരെ ഇമ്മാടെ അങ്ങനെ തൂങ്ങും. നിന്റെ മോന്റെ കൂട്ടം വല്ല പൊതുവെ പറയണേ. കല്യാണം കഴിഞ്ഞ് 2ന്റെ അന്ന് 3ന്റെ അന്ന് 4ന്റെ അന്നാണ്ട് കഴിഞ്ഞാല് ചെക്കന്മാര് ഇമ്മാനായിട്ട് ഉണ്ടാലില്ല, കുടിക്കലുമില്ല. അതിന്റെ മുന്നേ ചെക്കന്മാര് ഇമ്മാച്ച് നടക്കും. അപ്പൊ തള്ളാർക്ക് ആകാശികമായിട്ട് ഒരു വേദന ഉണ്ടാവൂലേ? അതൊക്കെ ശരിയാണ്. പറയൂലേ. അപ്പൊ അള്ളാനൊരു കുറ്റക്കാരൻ എന്റെ മോനെ അങ്ങനൊന്നും ഉണ്ടാവൂല. ഞാൻ അവനങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, മോനങ്ങനെ പഠിക്കൂല. അതൊന്നും പറയാൻ പറ്റൂല. ഇനിയിപ്പോ കല്യാണക്കാരൊക്കെ സാധാരണ മോനെ കൂട്ടാ ഞാൻ പറഞ്ഞു തരുന്നത്. ആ ചെക്കൻ ഞാൻ കാണുമ്പോ ഇമ്മാന്റെ കോതിൽ കൂടെ നടക്കായിരുന്നു. എന്നോട് പറയാ, ഇപ്പൊ കല്യാണം കഴിച്ചപ്പോ ചെക്കൻക്ക് പെണ്ണുങ്ങൾ മാത്രം മതി. അപ്പൊ ഇമ്മാനും വേണ്ട, ഒന്നിനും വേണ്ട. അങ്ങനെ കൊറേ ആൾക്കാരുണ്ട്. അതൊക്കെ ശരിയാണ്. അങ്ങനെ കൊറേ ആൾക്കാര് 99-100% അങ്ങനെ തന്നെയാണ്. അതിന് 10% ആൾക്കാർ അങ്ങനെ ഉണ്ടാവൂല. കുഞ്ഞാപ്പൂനെ പോലത്തെ ഒരു കുഞ്ഞാപ്പ അങ്ങനത്തെ ഒരു കൂസനൊന്നല്ല. കുഞ്ഞാപ്പൂനെ ഞാൻ അങ്ങനെയാണ് വളർത്തിക്കൊണ്ടിരുന്നത് ട്ടാ. ചെക്കനോട് ആരാ പറഞ്ഞതറാ എന്താണ് ബലം പിടിച്ച് നടക്കാനോ അങ്ങനെ പറഞ്ഞു. കഴുത്തിന്റെ ഉള്ളത് ഇതൊക്കെ വേണ്ടി ചെക്കൻ എടുക്കുന്നുണ്ട്. അന്നലെ പറഞ്ഞിരുന്നു പെണ്ണാണ് ബലം പിടിച്ച് നടക്കാൻ. ചെക്കന് കജ്ജും കാലും കഴുത്തിന്റെ അടങ്ങുണ്ട്. ചെക്കൻ തന്നെ കിടന്ന് ചീറിയത്. അതിന്റെ ഇടയിൽ ചെക്കൻക്ക് വയറുവേദന. ഞാൻ പറയും മോനെ, അത് മാത്രല്ല ബ്രാക്കുണ്ടാവും ചെക്കനോടെ. ഇന്ന് പോവല്ലേ? ഞാൻ പോവന്നെയാണ്. അങ്ങോട്ട് പോരാ, ചെക്കൻ അവിടെ ഉണ്ടാവും. നാട് വരാം. കാര്യണ്ട് ഇപ്പൊ വന്നത് ശരി. കാരണം എന്റെ മോനെ പോലത്തെ ചെക്കനാണ്. അതേമാതിരി ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ പേടിച്ചു പോകൂട്ടാ. അത് ഞാൻ അവിടുന്ന് കൊറേ വിളിച്ചിട്ട് ഒരു കടക്കോർത്ത് കൂടെ വന്നിട്ടുണ്ട്. ബാക്കിന്നാണ് വിളിക്കുക. പിന്നെ ഇതിലൊക്കെ വിളിക്കണ്ടേ? പിന്നെ എങ്ങനെ വിളിക്ക? രണ്ടു വിളിച്ച് എന്നാ ഞങ്ങള് പോരെ. ഒരാളുണ്ടാവും. കുതിരത്തന്നെ കുഞ്ഞാപ്പോ ആളെ പേടിപ്പിക്കരുത്. മനുഷ്യപ്പോ പേടിച്ചല്ലോ. അല്ല ഉമ്മ പറഞ്ഞിട്ട് ഇവിടെ സുഖമില്ലാതെ കിടക്കാന്നുള്ളത്. സുഖമില്ലാതെ കിടത്താൻ ചായ എടുക്കുന്നു വേണ്ടേ? നീ സുഖമില്ലാതെ ഇങ്ങനെ കിടന്നാ മതിയാ? വെട്ടി മുണുങ്ങാണല്ലേ? നമുക്ക് നാട്ടിൽ തന്നില്ല ഞാന്. പൂച്ചക്കുട്ടി ഉണ്ട് പോലെ എന്നോട് പറയാനേ. ഞാനിങ്ങനെ വരാൻ പഠിച്ചത് നടക്കൂല. എല്ലാരും നല്ല പക്കത്തെ വരാൻ വേണ്ടിട്ട് ഇങ്ങനെ ആക്കാൻ പറഞ്ഞില്ലേ. നേരം മക്കളോട് എന്നോട് പറയാൻ ഉറക്കാൻ കിട്ടിയിട്ടില്ല. വില മുടിച്ച് നടന്നിട്ടല്ലേ? ഇവിടെ വേദനിക്ക അവിടൊക്കെ വേദനിക്കുന്നു. മനസ്സിലായില്ലേ വില മുടിച്ച് നടന്ന എന്താ പാടുന്നുള്ളത്? എന്നോട് ഓരൊക്കെ പറഞ്ഞാലോ പക്കത വേണം കല്യാണം കഴിക്കണമെങ്കിൽ. അപ്പൊ ഞാനിങ്ങനെ വില മുടിച്ച് നടന്ന് ഇപ്പൊ എന്തായി? ഇമ്മ പറയാ ഇജ്ജ് മൂപ്പിച്ചെന്നതാണ്. ബാവ മൂപ്പിച്ച് തരും. ബാവ ആണെങ്കിൽ ഒരു രസം കണ്ട ചെക്കനാണ്. അമ്മ പറഞ്ഞിരിക്കണ്. എന്നിട്ട് ഇമ്മ വേറെ കാര്യം പറഞ്ഞു, അതൊന്നും ഇനി ബാവ വന്നിട്ട് നീട്ടാണ്ട എന്റെ പല്ലും ചെറിയ കൊതുക്കി ചുണ്ടും ചെറിയ കൊതുക്കിക്കൊണ്ടിരുന്നു.
ഇജ്ജ് വന്നാലും ഞാൻ ഒന്നും പറയണ്ട, ചുണ്ടി ചുരിയൊക്കെ ഒതുക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ഓനോട് നീട്ടാൻ നിക്കണ്ട. അങ്ങനൊക്കെ പറഞ്ഞു. അങ്ങനൊക്കെ പറഞ്ഞല്ലേ. അമ്മ അവിടെ ഉണ്ട്. അമ്മ അറിഞ്ഞില്ലേ, അമ്മക്ക് ഉച്ചക്കുള്ള ചോറുണ്ടാക്കി വിജാത ഇവിടെ കിടക്കാറിഞ്ഞേ. എന്നിട്ട് വെട്ടി മുണുങ്ങനാണ് കാണുന്നത്. പിന്നെ പൈച്ചാൽ ചാടിക്കാൻ അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പ് നിന്ന് നിൽക്കുവോ? എന്ത് വർത്താനാ പറഞ്ഞത്? അല്ല അമ്മ പറഞ്ഞത് പറഞ്ഞാണ്. അമ്മ അതും പറയാം, എന്റെ അപ്പനും പറയും. അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്. ഇവിടെ ഇവിടെയൊക്കെ വേദനയുണ്ട്. ഇപ്പൊ വില പിടിക്കലൊക്കെ നിന്നില്ല. വിലയും വേണ്ട, ഒന്നും പിടിക്കണ്ട, അങ്ങനെ കിട്ടുന്ന പെണ്ണിനെ കിട്ടിയാൽ മതി. അമ്മ പറഞ്ഞു. ഞാപ്പോ ഓരോരുത്തരെ കൂട്ടാൻ പറഞ്ഞത് എനിക്ക് ബേജാറായി. നീ ആ പെണ്ണ് ഇട്ടിട്ടുണ്ടെങ്കിലേ ആ പെണ്ണ് ഇന്നെ മനന്ന് തെറ്റിച്ചിട്ട് ഒരിക്കലും കൊണ്ടുപോയിണ്ടെങ്കിൽ ഞാൻ കുടുങ്ങും, ഉമ്മയും കുടുങ്ങും. ഇന്നത്തെ കാലഘട്ടാണ്. ആ പെണ്ണിന്റെ ഇട്ടിട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലോ പറയാൻ പറ്റൂല. പറയാൻ പറ്റൂല, കാലഘട്ടാണ്. ഞാനും ഉമ്മ പറഞ്ഞു കുറച്ചും കൂടി കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ. അപ്പൊ ഞാനിമ്മ കുറച്ചും കൂടി കഴിഞ്ഞ് കല്യാണം കഴിച്ചോളൂ. ഇനിയിപ്പോ കുഞ്ഞാവ് പുറത്തേക്ക് ഇറങ്ങണ്ട. ഞാൻ ചായ കുടിക്കും. എന്നാ ചായ കുടിച്ചാൻ പോട്ടെന്നാ. പോയിക്കോ. പോയിക്കോ. ഉമ്മ കണ്ടില്ലെങ്കിൽ കൊതി കൂടുന്നു. എന്നായിക്കോട്ടെന്നാ.